പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3-ാം വാക്യം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. യേശുവിനെ കാണുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സക്കായി 19-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സക്കായി എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, അവൻ എങ്ങനെയാണ് യേശുവിനെ കാണുവാൻ ശ്രമിച്ചത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുവിനെ നമ്മൾ കാണുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവപ്പച്ചൻ എങ്ങനെയും നമ്മളെ കാണും. നാം വിചാരിക്കും എന്നെ ആരും കാണരുതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ കാണുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച സക്കായി, അതായത് എന്തുകൊണ്ടാണ് അവനിൽ ചില കുറവുകളുണ്ട്. അത് തന്നെ ഇതിവിടെ പറയുന്നുണ്ട്. അതായത് 19-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, അവൻ എരികോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അവൻ അവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ കാണാൻ വേണ്ടി ശ്രമിച്ചത്. കൂടെ നടന്നാൽ കാണാൻ പറ്റുമല്ലോ എല്ലാവർക്കും. പക്ഷെ ഇവനിൽ അവൻ്റെ കുറവ് അവൻ പറയുകയാണ്, പൊക്കക്കുറവുണ്ട്. ഹല്ലേലൂയ. വളർച്ചയിൽ കുറിയവനാകൊണ്ടും പുരുഷാര നിമിത്തവും അവനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിനെയെല്ലാം മറികടന്ന് അവൻ തന്നെ ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. എന്നാറെ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടേനെ ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ പുരുഷാര നിമിത്തം പൊക്കക്കുറവും കാരണം അവനാൽ ആവുന്നിടത്തോളം അവൻ പരിശ്രമിച്ച് അവൻ മുമ്പോട്ട് നടന്ന് ഹല്ലേലൂയ പൊക്കക്കുറവ് മൂലം അവൻ ഒരു മരത്തിൽ കയറി തൻ്റെ ഈ തടസ്സവും അവൻ്റെ ആ പരിശ്രമത്തിലൂടെ അവൻ അത് പരിഹരിച്ച് ഹല്ലേലൂയ യേശുവിനെ എനിക്ക് കാണണം, എങ്ങനെയും യേശുവിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവൻ പൊക്കക്കുറവുള്ളവനാണ്. ഹല്ലേലൂയ. പുരുഷാര നിമിത്തം എനിക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഹല്ലേലൂയ മാറിപ്പോയില്ല. എങ്ങനെയും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുമ്പോട്ട് പോയി. യേശു അതുവഴിയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള ഒരു കാട്ടത്തിന്മേൽ അവൻ കയറി. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയും കാണാൻ പരിശ്രമിക്കുന്നവർക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ്റെ ആ വലിയ തടസ്സമൊക്കെ അവൻ തന്നെ അങ്ങ് മാറ്റുകയാ. ആ പൊക്കക്കുറവും പുരുഷാരവും ഒക്കെ എന്തോ ആവട്ടെ, എനിക്ക് യേശുവിനെ കാണും പറഞ്ഞുകൊണ്ട് അവൻ കാട്ടത്തിന്മേൽ കയറി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ പിന്മാറിയില്ല. അവൻ്റെ അതായത് ആ പൊക്കക്കുറവിനെയൊക്കെ അവൻ നമുക്ക് പരിഗണിച്ച് എൻ്റെ അത് കുറവാണല്ലോ, എന്താവട്ടെ, ഞാൻ അതിനെയൊക്കെ മറികടന്ന് ഞാൻ ഇതിൽ ജയിക്കുമെന്നും പറഞ്ഞ് അവൻ പോയി ആ മരത്തിൻ്റെ മുകളിൽ കയറി യേശുവിനെ കാണാൻ വേണ്ടി. ഹല്ലേലൂയ. പക്ഷേ അവൾ മരത്തിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോഴാ യേശു മേലോട്ടൊന്ന് നോക്കി. നമ്മെ ഇതുപോലെ പ്രിയ മക്കളെ, അപ്പൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഏതെല്ലാം പരാജയമാ, എന്തൊക്കെ കുറവാ നമ്മളിലുള്ള. നമ്മൾ പറയും ഇന്നതുകൊണ്ട് എനിക്ക് ഒന്നും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിന്ന് മാറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ ആ പരാജയങ്ങളെയൊക്കെ മറികടന്ന് നമ്മളൊന്ന് ചെല്ലുകയാണെങ്കിൽ അപ്പൻ നമ്മുടെ അടുക്കളയിലേക്ക് വരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ആ മരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ യേശുപ്പൻ ആ മുകളിലേക്കൊന്ന് നോക്കി. എന്നിട്ട് പറയാ, സക്കായിയെ, വേഗം ഇറങ്ങി. പേര് പോലും അറിയുന്ന അപ്പനാ. നമ്മൾ പറയും എന്നെ ആരും അറിയത്തില്ല, എൻ്റെ പേരൊക്കെ എന്താന്ന് പറഞ്ഞൊക്കെ മാറി. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുക. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മുടെ അടുക്കൽ വരും, നമ്മുടെ വീട്ടിൽ പാർക്കും. അതിന് നമ്മൾ ഒരു സാഹചര്യം, ഒരു വഴി ഒരുക്കി കൊടുക്കണം. അവനെന്താ മുമ്പോട്ട് പോയി എനിക്ക് യേശുവിനെ കാണണം ആഗ്രഹത്തോടെ അവൻ പോയി. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ യേശുപ്പൻ ഹല്ലേലൂയ, ഇന്നും ഇതുപോലെ നാം മുമ്പോട്ടൊന്നിറങ്ങ്,
നാം അപ്പന് വേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കെ അപ്പൻ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. എനിക്ക് കഴിവില്ല, എനിക്കത് സാധിക്കില്ല, എൻ്റെ ഭവനക്കാരങ്ങനെ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഒന്ന് മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെച്ചാൽ മതി. കർത്താപ്പച്ച നമ്മളെ പേര് ചൊല്ലിയാ വിളിക്കുന്നേ. ഹല്ലേലൂയ. നമുക്കിവിടെ സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, നീ എത്ര തിടുക്കത്തോടെ ആ മരത്തിൽ കയറാൻ പോയത്. ഹല്ലേലൂയ. നോക്ക, ഇനി നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാ പാർക്കുന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അപ്പനെ ഒന്ന് ക്ഷണിക്കണം പ്രീതി മക്കളെ. നമ്മുടെ അപ്പൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പൻ നമ്മുടെ ഭവനത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. നോക്കൂ, ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ശ്രമിച്ചാൽ പല തടസ്സങ്ങളും മാറുവാൻ ഇടയായിത്തീരും. റോമർക്ക് എഴുതിയ ലേഖനം 14-19 പറയുന്നുണ്ട്, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്ക് ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. ഹല്ലേലൂയ. നാം ശ്രമിക്കണം. നമ്മളെന്തിനാ? സമാധാനത്തിന്, അന്യോന്യം ആത്മീയ വർധനയ്ക്ക് വേണ്ടുന്നൊക്കെ ശ്രമിച്ചാൽ കാര്യങ്ങൾ നടക്കും. അത് ഇവിടെ സക്കായിയും അതുപോലെ പൊക്കക്കുറവാ, ഓക്കെ ശരി, പക്ഷെ എനിക്ക് യേശുവിനെ കാണും. അവൻ ശ്രമിച്ചു, ഒരു മുമ്പോട്ട് ഓടി, അവനൊരു മരം, ഹല്ലേലൂയ, യേശു ഇതുവഴിയാ പോന്നെന്നൊക്കെ അവൻ മനസ്സിലാക്കി. അവനാലാവുന്നത് അവൻ പ്രയത്നിച്ചു. അവിടെയാണ് ഹല്ലേലൂയ ജയം കണ്ടെത്താൻ കഴിയുന്നത്. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2:15 പറയുന്നുണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രമിക്കണം. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. നമ്മളുടെ അല്ലെങ്കിൽ ഇന്ന് പല വിധത്തിലാണ് ശ്രമങ്ങൾ പലതും. നോക്കൂ, നമ്മൾ ഒരിക്കലും ആരുടെയും മുന്നിൽ ലജ്ജിപ്പാൻ നമ്മുടെ അപ്പൻ അനുവദിക്കില്ല. നമ്മളെ ഹല്ലേലൂയ കർത്താവപ്പച്ചൻ കൈ പിടിച്ച് നയിക്കുന്ന അപ്പച്ചനാ. ഹല്ലേലൂയ. നോക്കൂ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് നമ്മൾ സുവിശേഷീകരിക്കുന്നവരായിരിക്കണം. അവരെ അപ്പച്ചൻ ലജ്ജിപ്പിക്കത്തില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, സ്വന്തം ഇഷ്ടപ്രകാരം വചനത്തെ കോട്ടിക്കളയുവാനല്ല, യേശുപ്പച്ചൻ്റെ സത്യവചനത്തെ സത്യമായിട്ട് യഥാർത്ഥമായിട്ട് തന്നെ പ്രസംഗിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ അപ്പൻ്റെ കരങ്ങളിൽ തരാം, സമർപ്പിക്കാം. കർത്താവപ്പച്ചൻ നമ്മെ എടുത്ത് ഉപയോഗിക്കും. പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1:10 പറയുന്നുണ്ട്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. നമ്മെ എവിടെ നിന്ന് കർത്താവപ്പച്ചൻ വിളിച്ചോ, ആരുടെ അടുക്കൽ നിന്ന് എങ്ങനെ നമ്മെ തെരഞ്ഞെടുത്തോ, ഹല്ലേലൂയ, നമ്മൾ തന്നെ ആ ഒരു വിളിയെ, അതിന് നമ്മൾ ഹല്ലേലൂയ ഉറപ്പാക്കണം. എൻ്റെ അപ്പൻ എന്നെ വിളിച്ചത് ഇന്നത് കൊണ്ടാ, എൻ്റെ അപ്പന് വേണ്ടി എന്നെ പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പല വിധത്തിലൂടെ ഹല്ലേലൂയ പലരും പലതും ചോദിക്കും പ്രിയ മക്കളെ. നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികമായിട്ട് ഉറപ്പാക്കി തന്നെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ആ സക്കായിയെ പോലെ ഈ ദിവസങ്ങളിൽ യേശുവിന് വേണ്ടി, എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ അപ്പൻ്റെ മുമ്പിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ കർത്താവിൻ്റെ സന്നിധി, ഹല്ലേലൂയ, നമ്മൾ ശ്രമിക്കണം. എനിക്ക് അപ്പനെ കാണണം. ഹല്ലേലൂയ. നമ്മൾ മാറി നിൽക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവസനി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൻ നമ്മെ പേര് ചൊല്ലി വിളിക്കും. സക്കായിയെ മാത്രമല്ല, ബിനുവെന്ന് വിളിക്കുവാനും ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുവാനും അപ്പനുണ്ട്. ഹല്ലേലൂയ. കരങ്ങളിൽ സമർപ്പിക്കും പ്രിയ മക്കളെ. നമ്മുടെ ഭവനത്തിലും അപ്പൻ കടന്നു വരും. സന്തോഷവും സമാധാനവും നമ്മുടെ ഭവനത്തിലും ഹല്ലേലൂയ അനുഭവിപ്പാനിടയായിത്തീരും. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പ, ഇന്ന് ഹല്ലേലൂയ അപ്പനെ കാണുവാൻ വേണ്ടി ആഗ്രഹത്തോടിരിക്കുന്ന അനേക ഹല്ലേലൂയ ഉണ്ടല്ലോ. ദൈവമേ, അവർക്ക് വേണ്ടുന്ന വഴികൾ ഒരുക്കി കൊടുക്കണമേ. പല തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ മാറി നിൽക്കുന്നവരെ ദൈവമേ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പൻ മാടി വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രമിക്കുവാനുള്ള കൃപ അവർക്കെല്ലാം കൊടുക്കണമേ. അവരപ്പനെ കാണുവാൻ ശ്രമത്തോടെ ആയിരിക്കുമ്പോൾ അപ്പൻ അതിന് വേണ്ടുന്ന വഴി ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ ഹല്ലേലൂയ ഓരോ മക്കളുടെ ഭവനത്തിൽ കയറി ചെല്ലണമേ. ഇന്ന് അങ്ങനെ അപ്പൻ ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. കരങ്ങളിൽ തരുന്നപ്പാ,
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഓരോ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നടക്കുന്നതിനായി സ്തോത്രം. എൻ്റെ അപ്പനുമായി നല്ല ബന്ധം പുലർത്തുവാൻ അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.